ഹായ് കൂട്ടുകാരെ, നമ്മൾ പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഫോൺ പേ വഴി ക്രെഡിറ്റ് കാർഡിലെ പൈസ എങ്ങനെ അക്കൗണ്ടിലോട്ട് മാറ്റാമെന്ന് പറയാം. ഇനി ഫോൺ പേ തുറക്കുക. ജസ്റ്റ് താഴോട്ട് സ്ക്രോൾ ചെയ്തതിനു ശേഷം റീചാർജ് ആൻഡ് ബില്ലിൻ്റെ അകത്ത് സി ആൾ കൊടുക്കുക. ഇവിടെ എഡ്യൂക്കേഷൻ ഫീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ സെൻഡ് മണി ഫീ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഫീസ് എത്രയാണെന്ന് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 10,000 രൂപ കൊടുക്കുകയാണ്. എഡ്യൂക്കേഷൻ നമ്മൾ പഠിക്കുന്ന അല്ലെ എവിടത്തേക്കാണ് കാശ് അയക്കുന്നത് അതിൻ്റെ ഒരു പേര്, അത് ചുമ്മാ ഏതെങ്കിലും ഒരു പേര് കൊടുക്കുക. ഞാനിപ്പോൾ ചുമ്മാ 3S കൊടുത്ത് തന്നെ നോക്കാം. ട്യൂഷൻ ഫീസ് കണ്ടിന്യൂ കൊടുക്കുക. അപ്പം ചോദിക്കുന്നുണ്ട് ഫോൺ നമ്പറിലോട്ടാണ് അയച്ചു കൊടുക്കുന്നത്, ബാങ്ക് അക്കൗണ്ട്, UPI ID. ഞാനിപ്പം ബാങ്ക് അക്കൗണ്ടാണ് കൊടുക്കുന്നത്. അപ്പം ഇതിൽ ഓൾറെഡി 2 ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ പ്ലസ് കൊടുക്കുക. ഏത് ബാങ്കാണെന്ന് ചോദിക്കും, ബാങ്ക് കൊടുക്കുക. അതിനുശേഷം അക്കൗണ്ട് നമ്പർ അടിച്ചു കൊടുക്കുക. ബാങ്ക് അക്കൗണ്ട് അടിച്ചിരിക്കുന്ന കറക്റ്റാണോ എന്ന് നിങ്ങൾ നോക്കുക. പേര് വന്ന് കണ്ടോ, എൻ്റെ പേരാണ് വന്നത്, എൻ്റെ അക്കൗണ്ട് നമ്പർ അടിച്ചു കൊടുത്തിരിക്കുന്നത്. പ്രൊസീഡ് ടു പേ. വെരിഫിക്കേഷൻ പ്രോസസ്സ് കഴിഞ്ഞ് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ എൻ്റെ കാർഡ് ഇവിടെ HDFCയുടെ കാർഡ് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ CVN നമ്പർ ഏതാണെന്ന് വെച്ചാൽ അടിച്ചു കൊടുക്കുക. കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് എമൗണ്ട് ഇവിടെ കാണാം. അതിന് മുമ്പ് തന്നെ കാണാം 10,080 രൂപ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന്, അല്ല 10,180 രൂപ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് കട്ടാവും, സർവീസ് ചാർജ് ഉൾപ്പെടെ. ട്രാൻസാക്ഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ ക്രെഡിറ്റ് കാർഡിൽ കൊടുത്തിരിക്കുന്ന രജിസ്റ്റേർഡ് ഫോൺ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻ്റ് ആയിരിക്കും. ഇപ്പോൾ എനിക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ട, ഒരാളെൻ്റെ അടുത്ത് ഡൗട്ട് ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ. ഇത്രയും സിമ്പിളാണ് ചെയ്യുന്നത്.